ഞാനും പെരേര ആറാട്ടണ്ണനും ഈ വ്യക്തിയെ കണ്ടിട്ട് പോലുമില്ല. കാരണം ഉറപ്പിച്ച് പറയാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും അറിയാം എന്ന് പറഞ്ഞ കമന്റിൽ നമ്മളോട് പ്രതികരിച്ചു. കമന്റ് എന്ന് പറയാം, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. കമന്റ് എന്ന് പറഞ്ഞാൽ അഭിലാഷ് ആട്ടായി എന്ന് പറഞ്ഞാൽ എന്റെ പേജിന്റെ താഴെ കമന്റ് ഇട്ടു. ഒരു ദിവസം വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവര് കുറെ കമന്റ് ഇട്ടു, വിനീത് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തെ അല്ലെങ്കിൽ എന്റെ സഹോദരി, ഇതെന്തിനാണ് നിങ്ങൾ എന്റെ താഴെ കൊണ്ടുവരുന്ന പോസ്റ്റിന്റെ? നിങ്ങൾക്ക് ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പണിയെ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പറയുമ്പോ അവർക്ക് ശത്രുതയെ. ഇതൊന്ന് പറയട്ടെ, എന്ത് പോസ്റ്റ് ഇട്ടാലും ഇതിനടിയിൽ വന്ന് ഇവരെ കുളിക്കില്ല, നനയ്ക്കില്ല, അങ്ങനെയാണ് മുടി കൊടുക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് കുഴപ്പം? അത് ഞാൻ എന്റെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇടപെടണമെന്ന് ചോദിച്ചു. പിന്നെ ഇവന്റെ പോസ്റ്റിന് താഴെ, പിന്നെ അലിയേട്ടന്റെ പെണ്ണ ആൻസിയിലെ നിഷയുടെ പോസ്റ്റിന്റെ താഴെ അവരുടെ യൂട്യൂബിൽ കയറിയിട്ട് ഇവര് ചുമ്മാ അനാവശ്യമായിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇവര് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഞാനും ആറാട്ടനും ആദ്യം പോയി, പിറ്റേ ദിവസം ഞാനും പെരേരയും പോയിട്ട് ആ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. കാരണം എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല, ഇത് ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചോദ്യം ചെയ്യണം. കാരണം ഇവര് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തെളിയിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതുപോലെ ഹണി ട്രാപ്പും പല പല കാര്യങ്ങളും ലൈംഗികമായിട്ട് ചെയ്തെന്നൊക്കെ അവർ പറയുന്നത് തെറ്റാണ്. ചെയ്ത് തുണിയിലാണ് നിന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, എന്തുണ്ടെങ്കിലും തെളിവെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മറ്റേ സൈബർ സെല്ലിൽ ഒരു വ്യക്തിയുടെ കോളിലേക്ക് വീഡിയോ കോളോ ഓഡിയോ കോളോ പോലെ തെളിവുണ്ട്. വിളിച്ചെങ്കിൽ ആ നമ്പർ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, പെരേരയുടെ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നിൽ കളിച്ചെന്നൊക്കെ പറഞ്ഞു. എന്ത് പിന്നിൽ കളിക്കാൻ? പിന്നെ ആറാട്ടറിന്റെ ലോകം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ്, അതില് എന്താ പറയാ, അതില് കുറെ ചതിവുകൾ ഉള്ളതുകൊണ്ട് ആ നമ്പർ വെച്ച് വേറെ ആരെങ്കിലും ചെയ്തിട്ട് നമ്മള് പണിയെടുക്കണമെന്ന് അറിയില്ല. എനിക്കറിയില്ല. പറഞ്ഞേക്ക്, ആറാട്ടറിന്റെ ലോകം എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതില് നന്നാക്കായിരിക്കുന്ന എന്നെ പെരേരനെ ആറാട്ടനെയൊക്കെ കളിയാക്കായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പുകാർ മുഖേനയാണ് ഇവർ കേസ് കൊടുത്തതെന്ന്. ഇപ്പൊ അവരില്ല എന്റെ കൂടെ, അവർ പിന്തിരിഞ്ഞു എന്നാണ് ഇന്നൊരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് അവര്. അപ്പൊ അവരൊക്കെ കൂടിയാണ് ഇത് കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഇന്റർവ്യൂ സ്മാർട്ട് ബിഗ് വീഡിയോയിൽ ഒരാളെ ഈ പുള്ളിക്ക് കല്യാണം കഴിച്ചതിന് വാർത്ത ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു, അതെനിക്കറിയില്ല. പിന്നെ വേറൊരു എന്താ പറഞ്ഞ ഒരു ഫേക്ക് ന്യൂസ് വന്നിട്ട് എന്തൊരു ഫേക്കായിട്ട് ഫേക്കാണെന്ന് എനിക്കറിയില്ല. ഇവര് വേറെ ആരോ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നും കൂടെ ആരൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങനെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നേ പറയുള്ളൂ, കണ്ടിട്ടും കേട്ടില്ലാത്ത ഒരു വ്യക്തി. ഇത് പെരേരയുടെ ആറാട്ടിന്റെ പടം കിട്ടുന്ന റീച്ച് ഉള്ളതുകൊണ്ടാണ്. കാരണം ഇവരെ പടം വെച്ചാൽ ആൾക്കാർ വാർത്ത ഫോട്ടോ വെച്ചില്ല. പക്ഷേ അലൻ ജോസ് പെരേരയ്ക്കെതിരെയുള്ള ആരോപണം എന്താണ്? പരാതിയിലെ ആരോപണം എന്താണ്? ഞാൻ തുണിയിലാണ് നഗ്നത പുറത്തിട്ട് ലൈംഗിക അവയവം കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് തീർത്തും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് പറയുന്നത്. നമ്മൾ കുളിക്കുമ്പോൾ മാത്രമാണല്ലോ, വീട്ടില് ബാത്റൂമിൽ മാത്രമാണല്ലോ നഗ്നതയായിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് സമയത്ത് നഗ്നത കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ? എഫ്ഐആർ ഇട്ടുണ്ടെന്നാണ് എന്റെ നിഗമനം. കൈ പിടിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒന്നൊരു സെലിബ്രിറ്റി ആക്ട്രസ് വരുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പോലും പേടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ഒന്ന് ഹഗ് ചെയ്യാനോ കെട്ടിപ്പിടിക്കാനോ ഞാൻ ചെല്ലാറില്ല, ആവശ്യമില്ല. അപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം, പൊട്ടനാണെന്നും പാവാണെന്നും എല്ലാവർക്കും അറിയാം. പിന്നെ ഇവൻ എന്ത് കെട്ടിയിടാനാണ്? ഇപ്പൊ ആപ്പാട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷോർട്ട് ഫിലിമിലെ ആക്ടേഴ്സ്, ഇപ്പൊ റിയ, മറ്റേ പിന്നെ ചിഞ്ചു, അവരെയൊക്കെ നമ്മള് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ വിശ്വസിക്കും. കാരണം നമ്മള് റിയനെ കുറിച്ചൊരു കാര്യം, റിയ പണ്ട് ഇവൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പല രീതിയിൽ പോയി. പക്ഷെ റിയ ഇപ്പൊ ഇവന്റെ നല്ല ഫ്രണ്ടാണ്. കഴിഞ്ഞ ദിവസം മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ചു, എനിക്കൊരു പിണക്കമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും മെസ്സഞ്ചറിൽ ആ വോയിസ് കിടക്കുന്നുണ്ട്. കാരണം ഇത് കെട്ടിപ്പിടിച്ച കാര്യം പറയാൻ കാരണം ഇപ്പൊ റീൽസിൽ ഇപ്പൊ ചിഞ്ചു റിയയുടെ പേരിൽ ഞങ്ങൾ ഒരുപാട് മാനനഷ്ടം അനുഭവിച്ച അറിയാലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും പീഡിപ്പിച്ചു ഇല്ലെന്ന് ഞങ്ങൾ ചെയ്യാത്തത് തന്നെ. അപ്പൊ റിയയുടെ മെസ്സേജിൽ അയച്ചാൽ വോയിസ് ഞാൻ കേട്ടു. അതിൽ പറഞ്ഞെനിക്ക്, അയ്യോ ഞാൻ മിണ്ടുന്ന ആരോടും പറയണ്ട, ഞാൻ ഇനി മൂലം നമ്മൾ നല്ല ഫ്രണ്ടാണ്, ഇയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ അന്നേരത്ത് പലരും പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ് ഇവര്. അപ്പൊ ഇത് പറയാൻ കാരണം പലരും പലതും പറയും, പിന്നീട് എന്ത് കാണിക്കണേ, പിന്നീട് അവരത് മാറ്റി പറയും. അതാണ്.